അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രാത്രി നമസ്കാരവുമായി ബന്ധപ്പെടുത്തി, പ്രത്യേകിച്ച് റമദാനിലെ തറാവിഹ് നമസ്കാരം അല്ലെങ്കിൽ ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന സംശയമാണ്, ഇമാമ് നോക്കി ഓതുന്നു, അത് ശരിയാകുമോ എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഹാഫിലിങ്ങളായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളുണ്ടെങ്കിൽ അവരെയാണ് ഇമാമ് നിർത്തേണ്ടത്. ഇനി അല്ലാത്ത പക്ഷം നല്ല ഖിറാഅത്തുണ്ട്, ഹിഫ്ളുകൾ കുറവാണ്, അല്ലെങ്കിൽ ഹിഫ്ളിൽ തെറ്റുകൾ സംഭവിക്കാം, ഈ ഒരു രൂപത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഹിഫ്ളുണ്ട്, തജ്വീദ് തെറ്റുകയോ അല്ലെങ്കിൽ ഹിഫ്ള് തന്നെ മറന്നു പോവുകയോ ഇടക്കിടക്ക് തെറ്റിപ്പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നോക്കി ഓതാറുണ്ട്. ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഫാത്തിഹ ഒരിക്കലും നോക്കി ഓതാൻ പറ്റില്ല. അത് മനഃപ്പാഠം തന്നെ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നമസ്കാരത്തിൻ്റെ ഫർളുകളിൽപ്പെട്ട നിബന്ധനകളിൽപ്പെട്ട വലിയ ഒരു കാര്യമാണ്, ഫർളാണ് ഫാത്തിഹ എന്നുള്ളത്. അതുകൊണ്ട് ഫാത്തിഹ നഷ്ടപ്പെട്ടാൽ നമസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് ഫാത്തിഹ മനഃപൂർവ്വം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതോടൊപ്പം തന്നെ ഫാത്തിഹ നോക്കി ഓതുന്ന ശൈലിയും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ മറ്റു സൂറത്തുകൾ നോക്കി ഓതി എന്ന് വെച്ചിട്ട് അത് ആക്ഷേപാർഹമല്ല. കാരണം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, വക്കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹ രാത്രി നമസ്കരിച്ചപ്പോൾ ദഖ്വാൻ എന്ന അദ്ദേഹത്തിൻ്റെ അടിമയാണ്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടിമയാണ് ഇമാം നിന്നത്. അപ്പോൾ എന്ത് ചെയ്തു? മിനൽ മുസ്ഹഫ് നോക്കി ഓതി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുസ്ഹഫ് നോക്കി ഓതി എന്നുള്ളതാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പം നോക്കി ഓതിയാൽ തെറ്റില്ല എന്നുള്ളത് ഈ സംഭവത്തിൽ നിന്ന് തന്നെ പണ്ഡിതന്മാർ തെളിവ് പിടിക്കാറുണ്ട്. അതേപോലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിഷയത്തിൽ നൽകുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ലൗ ഖറഅ അൽ ഖുർആന മിനൽ മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതി എന്ന് കരുതുക, ലം തുബ്തുൽ സ്വലാത്തുഹു സവാഅൻ കാന യഹ്ഫുലുഹു അം ലാ, ഹിഫ്ൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമസ്കാരം ബാത്തിലാവുകയില്ല. അപ്പൊ നോക്കി ഓതി എന്ന് വെച്ചിട്ട് നമസ്കാരം ബാത്തിലാവുകയില്ല. ബൽ യജിബു അലൈഹി ദാലിക ഇദാ ലം യഹ്ഫദ് അൽ ഫാത്തിഹ, പക്ഷെ ഫാത്തിഹ മനഃപ്പാഠമാക്കണം. അത് ഈ രൂപത്തിൽ നോക്കി ഓതാൻ പാടില്ല. ഈ രൂപത്തിലുള്ള ചർച്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഫാത്തിഹ അത് കൃത്യമായി തന്നെ ഖിറാഅത്ത് ഹൃദ്യസ്ഥമായി തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. ബാക്കി സൂറത്തുകൾ ഹിഫ്ളിനനുസരിച്ച് നോക്കിയും നോക്കാതെയും ഓതാം. പക്ഷെ നോക്കാതെ ഓതലാണ് നല്ലത്. നമുക്കറിയാവുന്ന സൂറത്തുകൾ ഓതിയാൽ മതി. പക്ഷെ ദീർഘമായി നമസ്കരിക്കുമ്പോൾ നോക്കി ഓതേണ്ടി വന്നാൽ അത് ആക്ഷേപിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. നോക്കി ഓതുമ്പോൾ പിന്നെ തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. കാരണം തെറ്റ് വരാതിരിക്കുവാനും ഹിഫ്ളിനിടയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനുമാണ് നോക്കി ഓതുന്നത്. അങ്ങനെ നോക്കി ഓതുമ്പോഴും ഇതുപോലെ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പ്രസക്തിയില്ല. അത്തരത്തിലുള്ള ആളുകൾ ഇമാം നിൽക്കരുത്. മറിച്ച് ഖിറാഅത്ത് നന്നായുള്ള ഹിഫ്ളുള്ള ആളുകളെ പരിഗണിക്കുക. ഇതാണ് ഈ വിഷയത്തിൻ്റെ ആകെ തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.